നമസ്കാരം, യു ക്യാൻ ഡു ചാനലിന്റെ കുക്കിംഗ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് പലരും പറയായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയാണ് അതിന്റെ സീക്രട്ട്. അപ്പൊ ഇന്ന് നമുക്ക് എന്തൊക്കെ ചേർത്താണ് ആ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതെന്ന് അമ്മേനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ സാമ്പാർ പൊടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് അളവ് പാത്രത്തിലാണോ നമ്മൾ അളന്നെടുക്കുന്നത് അത് ഉപയോഗിച്ച് തന്നെ എല്ലാം അളന്നെടുക്കണം. ഇവിടെ ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ 4 ഗ്ലാസ് കാണിച്ചിട്ടുണ്ട്. ഈ 4 ഗ്ലാസ് ഒരു സെറ്റിലെ ഗ്ലാസ് ആണ്, ഒരേ അളവാണ്. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. ഇതിപ്പോ 1 ഗ്ലാസ് മല്ലി, 3/4 ഗ്ലാസ് തുവരപ്പരിപ്പ്, 1/2 ഗ്ലാസ് കടലപ്പരിപ്പ്, അതായത് ഈ പരിപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പ്, 3/4 ഗ്ലാസ് ഉഴുന്ന്, 1 പിടി പച്ചരി, 1 പിടി ജീരകം, 1/2 പിടി ഉലുവ, 15 വറ്റൽ മുളകും, 20 പിരിയൻ മുളകും. മില്ലിൽ കൊണ്ടുപോയി ഇത് പൊടിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ പൊടിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലെ മിക്സിയിൽ പൊടിക്കാം. ഇപ്പം നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കണമെങ്കിൽ അവർക്ക് മിനിമം 1 കിലോ എങ്കിലും വേണം. ഇതിപ്പോൾ മല്ലി നമ്മൾ 1 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ അളവ് കിട്ടാൻ വേണ്ടി 4 ഗ്ലാസ് മല്ലി എടുക്കുന്നു. ഇതിപ്പോൾ 3/4 ഗ്ലാസ് ആണെങ്കിൽ ഇതിന്റെ 4 ഇരട്ടി ഇത് തുവരപ്പരിപ്പ് എടുക്കുന്നു. ഇതിന്റെ 4 ഇരട്ടി കടലപ്പരിപ്പ്, 4 ഇരട്ടി ഉഴുന്ന്, 4 പിടി പച്ചരി, 4 പിടി ജീരകം, അങ്ങനെ ഓരോന്ന് 4 ഇരട്ടി വീതം എടുക്കുക. എന്നിട്ട് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് മില്ലിൽ പൊടിക്കാനുണ്ട് ഏകദേശം ഒരു 2.5-3 കിലോ പൊടിയോളം ഉണ്ടാവും. അങ്ങനെ എടുത്താൽ ഞാൻ എല്ലാ പ്രാവശ്യവും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു 6 ഇരട്ടി വീതം എടുത്തിട്ടാണ് പൊടിച്ച് വെക്കാറുള്ളത്. നമ്മുടെ ചീനച്ചട്ടി ചൂടായി, ഇതിലേക്ക് നമുക്കിത് വറുക്കാൻ തുടങ്ങാം. ഇതിനാദ്യം നമ്മൾ വറുക്കേണ്ടത് ഉഴുന്നാണ്. കാര്യം വെച്ചാൽ ഉഴുന്നിനാണ് കൂടുതൽ സമയം എടുക്കുക. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, മുളക് നമ്മൾ സെപ്പറേറ്റ് വറുക്കുന്നതിന് പകരം ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ച മുളക് സാധാരണ ഞാൻ ചെയ്യാറ്, ഇത് വറുക്കുന്നതിൻ്റെ ഒപ്പം ഒരു 1-2 എണ്ണം ഇത് അതിനകത്തേക്ക് കൂടെ അങ്ങ് ചേർക്കും. ഇവിടെ ഉഴുന്ന് നല്ല പാകത്തിനായി കഴിഞ്ഞു. ഇനി ഇത് ഞാൻ മാറ്റിയിട്ട് അടുത്തത് ഞാൻ കടലപ്പരിപ്പിടുന്നു. അതിൻ്റെ ഒപ്പം ഇട്ട് ഞാനൊരു 2 മുളക്. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കേണ്ടത്. തുവരപ്പരിപ്പിട്ടു, അതിൻ്റെ ഒപ്പം ഇടുന്ന ഒരു 3-4 മുളക്. ഇനി നമ്മൾ മല്ലി ഇടുകയാണ്. മല്ലിയുടെ കൂടെ ബാക്കി എല്ലാ മുളകും കൂടി ഞാനങ്ങ് ഇട്ടു. ഇപ്പം മുളക് തീർന്നു. മല്ലി പാകമായി കഴിഞ്ഞു. അതായത് മല്ലി നമ്മൾ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചില മല്ലി പൊട്ടാൻ തുടങ്ങും. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഉലുവ ഇടുകയാണ്. പച്ചരി ഇടുന്നു. ഇനി ജീരകം ഇടുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്ത് എടുത്തു കഴിഞ്ഞു. ഇപ്പം എല്ലാം കൂടെ ആദ്യം സെപ്പറേറ്റ് വറുത്തെങ്കിലും ഇപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ചാണുള്ളത്. ഇനി ഇത് നന്നായി തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു മീഡിയം എരിവാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാം. ഒട്ടും എരിവ് ആവശ്യമില്ലാത്തവർക്ക് ഈ ഒരു പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. അടുത്ത 1 വർഷത്തേക്ക്, അതായത് ഒരു ജനുവരി മാസം വരെ കണക്കാക്കി ഞാൻ ഉണ്ടാക്കി വെച്ച പൊടിയാണ്. ഞാൻ പറഞ്ഞ ബേസിക് അളവുകളെല്ലാം ഒരു 6 ടൈംസ് എടുത്ത് 6 ഇരട്ടി എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു അടുത്ത ജനുവരി മാസം വരെ ഉണ്ടാവും. അപ്പോഴേക്ക് ഈ മഴക്കാലം മൊത്തം എനിക്കിതുകൊണ്ട് കഴിയും. നമ്മൾ ഒരു വർഷത്തിൽ ഒരു 4 ദിവസം നമ്മൾ മെനക്കെട്ടാൽ മതി. അങ്ങനെ ഇന്ദു അമ്മേന്റെ സാമ്പാർ ടേസ്റ്റി ആവാനുള്ള കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്തവർക്ക് ഒരുപാട് നന്ദി. മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുക. സോ യു ക്യാൻ ഡു. താങ്ക് യു.